എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗോദ്രേജ് ഇൻവെർട്ടർ AC ഒരു PCB ആണ്. അപ്പോൾ ഈ PCBയുടെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് PC01 എന്നുള്ള ഒരു കംപ്ലൈൻറ്റുമായിട്ടാണ് ഈ ഒരു PCB വന്നിട്ടുള്ളത്. നമുക്കിത് കൊറിയർ വന്നതാണ്. ഇത് കൊറിയർ അയച്ചിരിക്കുന്നതിൽ ലിസ്റ്റ് സാധനങ്ങളെല്ലാം അയച്ചിട്ടുണ്ട്. PC01 ഹൈ ഓർ ലോ വോൾട്ടേജ് എന്നുള്ള എററൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമുക്ക് നിമ്മി ജോസ് കുരിയോക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇത് അയച്ചിരിക്കുന്നത്. ഇതിൽ PCB IDU ഇൻഡോർ യൂണിറ്റ് ഔട്ട്ഡോർ യൂണിറ്റ് സെൻസർ ഇൻഡോർ യൂണിറ്റ് ഔട്ട്ഡോർ യൂണിറ്റ് ഡിസ്പ്ലേ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അയച്ചിട്ടുള്ളത്. ഇത് കംപ്ലൈൻറ്റും എഴുതിയിട്ടുണ്ട്. ദ AC വിൽ വർക്ക് ഫോർ 10 minutes ആഫ്റ്റർ ദി കംപ്രസർ വിൽ ഓഫ് എറർ വൈഡ് ഷോ PC01. എന്നിട്ട് ആ എററിൻ്റെ എന്താണ് എററെന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ PC01 എന്ന് പറയുന്നത് ഇതിൽ എഴുതിയിരിക്കുന്ന ഹൈ ഓർ ലോ വോൾട്ടേജ്. നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് ഒന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു കംപ്ലൈൻറ്റ് എങ്ങനെ ഇതിനകത്ത് ഷോ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എല്ലാ വയറിങ്ങും കാര്യങ്ങളൊക്കെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ ഫാൻ മോട്ടർ, ട്രാൻസ്ഫോമർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്യണം. നമ്മുടെ കംപ്രസറിൻ്റെ ലൈൻ വരെ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. കംപ്രസർ ഇവിടെ ഇരിപ്പുണ്ട്. കംപ്രസറിൻ്റെ ലൈൻ വരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അതിപ്പോൾ ഇവിടെ 24 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇൻഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്, റണ്ണായിട്ടുണ്ട്. ലൈറ്റ് ഔട്ട്ഡോർ യൂണിറ്റിലെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് നോർമലാണ്. കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടാണ് ആ ലൈറ്റ് അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ എറർ കാണുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എറർ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എറർ ഷോ ആയിട്ടുണ്ട്. PC01 എന്നുള്ള ആ എറർ ഷോ ആയിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റിലാണ് നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. അതുകൊണ്ടിട്ടാണ് ആ ലൈറ്റ് പെട്ടെന്ന് സ്പീഡായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇനി ഇത് കട്ട് ഓഫ് ആയിട്ട് പിന്നെയും 24 വരും. പിന്നെയും കുറച്ച് നേരം നിൽക്കും. പിന്നെയും ഇപ്പോൾ 24 വന്നു. ഇനിയും കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ എടുക്കും. ഈ ഒരു PC01 എന്നുള്ള എറർ വരും, അങ്ങ് പോകും. അപ്പോൾ ഇതാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം വരുന്നത് ലോ ഹൈ വോൾട്ടേജ് പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടെത്താം, എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുന്നേ എന്താണ് ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും ഡിറ്റക്ഷൻ സർക്യൂട്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു ബോർഡിനെ സംബന്ധിച്ച് 2 DC ലിങ്ക് സർക്യൂട്ട് ഉണ്ടാവും. 2 DC ലിങ്ക് സർക്യൂട്ട്. ഇത് നമ്മളെ ബ്രിഡ്ജ് റെക്ടിഫയർ, ഇത് PFC സർക്യൂട്ടിൻ്റെ IGBT, ഇത് PFC സർക്യൂട്ടിൻ്റെ ഡയോഡ്. ഇതിൻ്റെ ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ പോസിറ്റീവ് സൈഡ് നേരെ വരുന്നത് നമ്മുടെ കോയിലും ഈ ഒരു ഡയോഡിൻ്റെ ഒരു സൈഡിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഡയോഡിൻ്റെ നമ്മൾ ആ ഡയോഡിന് ഗ്രാഫ് സിമ്പിൾ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ 2 സൈഡിൽ നിന്നും, അതായത് ഇതിൻ്റെ ഈ 2 പിന്നും ഒരേ കണക്ക് ഷോർട്ടാണ്, അതായത് ഒരേ പിന്നാണ്. ഈ സെൻറ്ററിൽ വരുന്നത് പോസിറ്റീവും 2 സൈഡിൽ വരുന്നത് നെഗറ്റീവ്. അത് ഈ നെഗറ്റീവ് രണ്ടും ഷോർട്ട് ചെയ്ത് ഇട്ടിരിക്കും. പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും 2 പോസിറ്റീവ് സൈഡിൽ 1 മെഗാ ഓമും 2 നെഗറ്റീവ് സൈഡിലും 1 മെഗാ ഓമിൻ്റെയും 2 റെസിസ്റ്റൻസ് ഇട്ട് 2 സപ്ലൈ ഈ ഒരു പ്രോസസ്സറിന് കൊടുത്തിരിക്കും. അത് 3.2 ആണ് അതിൻ്റെ ആ വോൾട്ടേജ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഈ 3.2-നകത്ത് കുറവാണെങ്കിൽ ഇത് ലോ വോൾട്ടേജും
3.2 ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് ഹൈ വോൾട്ടേജുമായിട്ട് നമ്മുടെ ഈ പ്രോസസ്സർ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജും ഇത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ റെസിസ്റ്റൻസ്, ആ 2 റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഒരു റെസിസ്റ്റൻസ് ഈ ഇരിക്കുന്നത് 1 മെഗാ ഓം, അതിനകത്ത് 1004 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസും പിന്നെ വരുന്നത് ഈ ഒരു റെസിസ്റ്റൻസും. ഇത് ഈ ഒരു ഡയോഡിൻ്റെ നെഗറ്റീവ് സൈഡിലും ഇത് ഈ ഒരു ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വോൾട്ടേജ് രണ്ടിലും സെയിം തന്നെയായിരിക്കണം, 3.2 വോൾട്ട് ആയിരിക്കണം. അപ്പോൾ ആ വോൾട്ടേജ് ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലാക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് പവർ ഓൺ ചെയ്യണം. ഓക്കെ, ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ നെഗറ്റീവ് പ്രോബ് നെഗറ്റീവിലും പോസിറ്റീവ് പ്രോബ് ഇവിടെ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ സൈഡിൽ നമുക്ക് 4.3, അതായത് വോൾട്ടേജ് കൂടുതലാണ്. ഇനി ഇവിടെ വരുന്ന ആ റെസിസ്റ്റൻസിൻ്റെ സൈഡിൽ നമുക്ക് 3.1, ഇത് കറക്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വോൾട്ടേജ് ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ P001 എന്നുള്ള ആ ഒരു എറർ വരുന്നത്. അത് എന്തുകൊണ്ട് അവിടെ അത്രയും വോൾട്ടേജ് വരുന്നുണ്ടെന്ന് അത് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ആദ്യം നമുക്ക് ഇതിനകത്തുള്ള ആ വോൾട്ടേജ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ആ വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇത് 1 മെഗാ ഓംസിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 0. നമുക്ക് വോൾട്ടേജ് നിൽക്കുന്നത് കൊണ്ടിട്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു റീഡിങ് കാണിക്കാത്തത്. റീഡിങ് കാണിക്കണം. അപ്പോൾ അവിടെ വോൾട്ടേജ് നിൽക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. 1.8 വോൾട്ടേജ്. ഈ വോൾട്ടേജ് ഡ്രോപ്പ് ആയാലേ അവിടുത്തെ റീഡിങ് കാണിക്കത്തുള്ളൂ. ഈ ഒരു റെസിസ്റ്റൻസ് ഓപ്പൺ ആയിട്ടാണ് കാണിക്കുന്നത്, അതായത് നമ്മുടെ ഈ വരുന്ന റെസിസ്റ്റൻസ്. ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇത് കാണിക്കുന്നുണ്ട്, ഇവിടെ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ 1 മെഗാ ഓമാണ് നമുക്കിവിടെ 150 കിലോ ഓംസാണ് കാണിക്കുന്നത്. പക്ഷേ അത് ഇതിനകത്തുള്ള ആ ഒരു മറ്റ് റെസിസ്റ്റൻസിൻ്റെ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കാൻ ആ ഒരു ഇത്രയും വാല്യൂ കുറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസാണ് നമുക്കിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ ഒന്ന് വെളിയിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഞാൻ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണ സമയത്ത് ഇത് 1 മെഗാ ഓം കറക്റ്റ് റീഡിങ് കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറൊരു 1 മെഗാ ഓംസിൻ്റെ റെസിസ്റ്റൻസ് ഇട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വോൾട്ടേജ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 1 മെഗാ ഓം 1 വാട്ടിൻ്റെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് നമുക്ക് അവിടെ സെറ്റ് ചെയ്തിട്ട് നോക്കാം എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന്. കാര്യം നമുക്കിപ്പോൾ ഈ ഇളക്കിയെടുത്തിരിക്കുന്നത് നമ്മൾ അളന്ന് നോക്കുമ്പോഴത്തേക്കും സെയിം 1 മെഗാ ഓംസ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്ത് ഈ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ട് അവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റെസിസ്റ്റൻസ് സെറ്റായി സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിനകത്ത് എത്ര നേരത്തെ നമുക്ക് 4.3 വോൾട്ടാണ് കിട്ടിയത്, അത് മാറി നമുക്ക് 3.1 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ പവർ ഓഫാണ്. നമ്മൾ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിടുക. ഓക്കെ, ഇതൊന്ന് പവർ ഓൺ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പവർ ഓഫായി പോകും. അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. പവർ ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇവിടുത്തെ വോൾട്ടേജ്, ഇപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് 3.15 കറക്റ്റ് വോൾട്ടേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു റെസിസ്റ്റർ മാത്രമായിരുന്നു കംപ്ലൈൻറ്റ്. ഞാനിപ്പോൾ ഓൺ ചെയ്ത സ്പോട്ടിൽ തന്നെ നമുക്ക് കംപ്രസർ എടുത്തു. കംപ്രസർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കംപ്ലൈൻറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് കംപ്ലൈൻറ്റ് ആവാൻ കാരണമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇത് 1 മെഗാ ഓം കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഇവിടെ കറക്റ്റ് ആ ഒരു വോൾട്ടേജ് വരുന്നില്ല. ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഇത് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു റെസിസ്റ്റൻസ് അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവുകയാണ്. അപ്പോൾ അതായത് പവർ വരുന്ന സമയത്ത് അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇതിനകത്തിട്ട് ഈ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും കംപ്രസറൊന്നും എടുക്കില്ല, പെട്ടെന്ന് കംപ്രസർ എടുക്കില്ല. കംപ്രസറൊക്കെ കുറച്ച് സമയം ഇങ്ങനെ കംപ്രസർ എടുക്കാതെ ഇത് ആ എററിലോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓണാക്കിയപ്പോൾ തന്നെ നമുക്ക് കംപ്രസർ സ്റ്റാർട്ടായി. അതായത് ഈ ഒരു റെസിസ്റ്റൻസ് കൊണ്ടായിരുന്നു നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് വന്നത്. അപ്പോൾ ഇങ്ങനെ PC01 എന്നുള്ള എറർ വരുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു 2 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാനുള്ളത്. അതായത് ഈ ഒരു 2 റെസിസ്റ്റൻസിലും വോൾട്ടേജ് കറക്റ്റായിട്ട് നിൽക്കണം. അതായത് ഈ ഒരു ഇതിൻ്റെ ഔട്ട്പുട്ട്, ഈ ഒരു 2 സെൻസറിൻ്റെ ഔട്ട്പുട്ട്, അതായത് നമ്മുടെ പ്രോസസ്സറിലോട്ട് പോകുന്ന ആ ലെഗിൽ 3.2 അല്ലെങ്കിൽ 3.1 ആ വോൾട്ടേജ് നിൽക്കണം. അപ്പോൾ അത് നിൽക്കാതിരുന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു പ്രശ്നം ഇവിടെ ക്രിയേറ്റ് ആയത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ റെസിസ്റ്റൻസ് മാറി കംപ്രസർ എടുത്ത് വർക്ക് ചെയ്ത് ഈ ബോർഡ് ഫുള്ള് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇതല്ലാതെയും ഈ ഒരു ബോർഡിൽ PC01 എന്നുള്ള എറർ വരും. അത് ആ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്രസറൊക്കെ എടുത്ത് കൂളായി ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഓടും. അന്നേരം ഇത് കൂളായിട്ടും അതിന് ശേഷം ഈ ഒരു അതായത് നല്ല റൂമൊക്കെ നല്ല തണുത്തതിന് ശേഷവും പിന്നെയും ഇത് P001 എന്നുള്ള ആ ഒരു എറർ ഷോ കാണിക്കും. അത് വേറൊരു ഈ ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് റിലേറ്റഡ് ആയിട്ട് തന്നെ, പക്ഷേ അതിനൊരു വേറെ സെക്ഷൻ ഉണ്ട്. ആ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ഒരു PCBയിൽ ഞാനത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.